വിശാലമായ അർത്ഥത്തിൽ ഇവര് സത്യത്തിൽ എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കുന്ന ഒരു വസ്ത്രം അത് സത്യത്തിൽ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ് ആണ്. ഡീൻ ബെർണറ്റിന്റെ ദ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തില് ഇത് സെക്ഷുവലി അല്ല അതിലേക്ക് വരാം. ആ പദമൊക്കെ ഒരു പബ്ലിക് സ്പേസിൽ അത് ആരെ പ്രൊവോക്ക് ചെയ്യുന്നു? സെക്ഷുവാലിറ്റി ഒക്കെ എഡ്യൂക്കേഷന്റെ ഭാഗം. ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന ഡ്രസ് ഡീൻ ബെർണറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ ഈ സ്റ്റാർട്ടിങ് കണ്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 24 ചാനലിൽ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്, സംവാദ പ്രോഗ്രാമാണ്. അതിൽ സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങൾക്ക് വിലക്കോ എന്ന് പറഞ്ഞ ഒരു സംവാദ പരിപാടിയിൽ നടന്ന ചില കട്ടിംഗ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് മെയിൻ ടോപ്പിക് കടന്നു വരുന്നത് നിങ്ങൾക്ക് അറിയാലോ, സ്ത്രീകളുടെ വസ്ത്രധാരണവും അതിനെ സംബന്ധിച്ച് പുരുഷന്മാരുടെ മെന്റാലിറ്റി. ഇത് തന്നെയാണ് അവിടെ സംവാദം സംഭവിക്കുന്നതും കാര്യങ്ങളെല്ലാം. അപ്പം ഇതിലൂടെ വന്ന് ഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷം ആൾക്കാരുണ്ടാവും, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷം ആൾക്കാരുണ്ടാവും, രണ്ടുപേരെയും ഈക്വൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷം ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ അവർക്കൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത് കാണുന്ന നമ്മൾക്കും ഒരു അഭിപ്രായമുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത് അഭിപ്രായമായി മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുറത്തോട്ട്, അതായത് ഈ പരിപാടിക്ക് പുറത്തോട്ട് തന്നെ ചില ആൾക്കാർ ഏറ്റെടുത്തിട്ട് അത് വേറൊരു രീതിയിലേക്ക് ആക്കി തീർക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ, ഈ സംവാദം എന്ന് പറയുന്നത് ആ ഒരു സംവാദ പരിപാടിയിൽ നിന്ന് തീർന്നു പോകേണ്ട ഒരു കാര്യം അത് അതിന്റെ പുറത്തോട്ട് വന്ന് അത് എന്താ പറയാ വേറൊരു രീതിയിലേക്ക് ചർച്ചാ വിഷയമായി അത് വലിയ രീതിയിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ലെവലിലും അതുപോലെ തന്നെ പുരുഷന്മാരെ അപമാനിക്കുന്ന ലെവലിലേക്ക് ഒന്ന് മാറി തിരിയുമ്പോൾ ചില ആൾക്കാർ നോക്കി നിൽക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഞാനും അതിനെപ്പറ്റി റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഇത് പുറത്തെത്തിയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് തന്നെ നമുക്ക് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് മേധാവികൾക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു അപേക്ഷയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞ് വളരെ മോശം രീതിയിൽ സംസാരിക്കുന്ന, വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അക്രമം, റേപ്പ്, അതുപോലെ തന്നെ ഏർലി ചൈൽഡ് മാരേജസ്, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം തുടങ്ങിയ കാര്യങ്ങളെ സയന്റിഫിക് ആണെന്ന് പറഞ്ഞിട്ട് പലതരം TV പ്രോഗ്രാംസിലും അല്ലാതെ അവരുടെ ചാനലിൽ കൂടെയും വന്നിട്ട് ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച്, ഒരു പരിചയമില്ലാത്ത സ്ത്രീകളെക്കുറിച്ച് എന്തൊക്കെയോ അവരുടെ ഇമാജിനേഷനിലും റിലീജിയസ് സ്ക്രിപ്റ്റ്സിൽ ഉള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വളച്ചൊടിച്ച്, സയൻസിനെയും വളച്ചൊടിച്ച് അതിനെക്കുറിച്ച് ആര് മാന്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാലും അവർക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങളും അവരുമായിട്ട് സംസാരിക്കണം. എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത്, ഞാനൊരു RCA രജിസ്ട്രേഷൻ ഉള്ള ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. എനിക്കിതുപോലത്തെ ഉള്ള വൃത്തിയായിട്ട സംസാരം പറയുന്ന ആൾക്കാരോട്, എനിക്ക് പോക്സോ കേസിനെതിരെ, അതായത് പോക്സോ കേസ് ചൈൽഡ് റേപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള റേപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ എന്താ സംസാരിക്കേണ്ടത്? മതത്തിന്റെ പേരിലും വേറെ കുറെ കാര്യങ്ങളുടെ പേരിലും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ എന്താ ഇവരോട് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇവരെ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ചില ചാനൽസ് ഇതുപോലുള്ള ചില വൃത്തികെട്ട കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ സ്ത്രീകൾ അതിനെതിരെ പ്രതികരിക്കും. സ്ത്രീകൾ മാത്രമല്ല, അത്യാവശ്യം ബോധവും അത്യാവശ്യം വിവരമുള്ള ആണുങ്ങളും ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊക്കെ സ്ത്രീകളുടെ വസ്ത്രധാരണ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഉള്ള ചില ആണുങ്ങൾ, അതായത് ഈ മെന്റാലിറ്റി പീഡിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ത്രീയെ എന്താ പറയാ ആസ് യൂഷ്വൽ ഭയങ്കര രീതിയിൽ അറ്റാക്ക് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള പുരുഷന്മാർ മാത്രമേ ഇത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ മാത്രമേ ഇതിലേക്ക് കടക്കുള്ളൂ, അങ്ങനെ മെന്റാലിറ്റി ഉള്ളവർ മാത്രമാണ് ഇതിലോട്ട് പോകുന്നത്, അത് സ്ത്രീകളുടെ വസ്ത്രധാരണ കൊണ്ടാണ് എന്ന് പറയുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാണും ഈ സമൂഹത്തിലുള്ള ഒരാൺകുട്ടി, ഞാൻ എപ്പോഴും ഓപ്പൺ ആയിട്ട് പറയാം, ഞാനൊരു ആൺകുട്ടിയാണ്, ഒരു ആൺകുട്ടി നല്ലതല്ല. സീരിയസ്ലി പറയണം, ഒരു ആൺകുട്ടിയും നല്ലതല്ല, നല്ല ചിന്താഗതിക്കാരല്ല. അതുപോലെ തന്നെ സ്ത്രീകളും നല്ല ചിന്തകരല്ല, നല്ല ചിന്താഗതിക്കാരല്ല. എല്ലാവരുടെടുത്തും ഒരുപാട് വൃത്തികെട്ട രീതിയിലുള്ള മെന്റാലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. പൊതുസമൂഹത്തിലുള്ള പല രീതിയിലുള്ള പേടികൾ, അതായത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ മോശമാണ്, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഞാനത് പൊതു സ്ഥലത്ത് നിന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്നെ കുറെ പേര് അറ്റാക്ക് ചെയ്യും എന്നുള്ള ബോധം നമ്മുടെ ഉൾമനസ്സിലുള്ളത് കൊണ്ടും അതിനെക്കുറിച്ച് അത്യാവശ്യം വിവരവും ബോധവും ഉള്ളത് കൊണ്ടും മാത്രമാണ് പല ആൾക്കാരും കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നല്ല പിള്ളയായിട്ട്, അതായത് നല്ലവനായ ഉണ്ണിയായിട്ട് ജീവിച്ചൊരു മൂലക്കിലൂടെ പോകുന്നത് എന്നുള്ളതാണ്
വാസ്തവം. വന്നതാണ്. ഇദ്ദേഹം തന്നെ ഇതിൽ ഒരുപാട് പഠനങ്ങൾ 12ഓളം പേപ്പേഴ്സ് ഇദ്ദേഹത്തിൻ്റെ മാത്രമുണ്ട് ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. ഈ 2026 ഏകദേശം 54,000 സാമ്പിൾസിൽ ഈ പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷനും സെക്ഷൽ അസോൾട്ടിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പഠനമുണ്ട്. ഈ വർഷത്തിലുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് ഒരാൾ സെക്ഷലി ഒരു ഫ്രസ്ട്രേറ്റഡായി നേരെ പോയിട്ട് ആഗ്രഷൻ ഒരു കുട്ടീൻ്റെ മേലെ തീർക്കുന്നു. ഇങ്ങനെയൊന്നല്ല. ഒന്നാമത് ഇത് പറയണത് കുട്ടികളുടെ മേലുള്ള അക്രമം എന്നുള്ള നിലക്കല്ല. എന്തുകൊണ്ട് പിന്നെ നിരപരാധികളായ അല്ലെങ്കിൽ പിന്നെ നിരപരാധി എന്നുള്ളതല്ല, ഈ പ്രൊവോക്കേറ്റീവ് വസ്ത്രം ധരിക്കാത്ത ആളുകളിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഇതൊരു കാരണമായേക്കാം. അതിന് ഈ തിയറി ഒരു കാരണമായേക്കാം. കാരണം ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളൊരു നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ഹുസൈൻ ബോൾട്ട് വയറ് കാണിച്ചു ഓടുന്നില്ല, സ്ത്രീകൾ അങ്ങനെ റണ്ണിങ് കോമ്പറ്റീഷനിൽ ഓടുന്ന സമയത്ത് വയറ് കാണിച്ചു ഓടുന്നു. സ്ത്രീകൾക്ക് ഫങ്ഷണാലിറ്റി ആവാം, ആണുങ്ങൾക്ക് ഫങ്ഷണാലിറ്റി പാടില്ല. എനിക്ക് ഇത് ഞാൻ ഇവിടെ ഫുൾ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ്. സോ ഇതിൽ എനിക്ക് വ്യക്തമാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീയും പുരുഷനും 2 രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. സ്ത്രീ ധരിക്കുന്ന പോലെ പുരുഷനും, പുരുഷൻ ധരിക്കുന്ന പോലെ സ്ത്രീക്കും ധരിക്കാൻ പറ്റാറില്ല. നമ്മൾ പുരുഷന്മാര് ചിലപ്പോൾ ഒരു കള്ളിമുണ്ടിട്ട് ഒരു തോർത്തും തോളിലിട്ട് നമ്മൾ റോഡിലൂടെ നടക്കാറുണ്ട്. അതുപോലെ സ്ത്രീക്ക് നടക്കാൻ പറ്റില്ല. അതൊരു ഫങ്ഷണാലിറ്റി അല്ല, അതൊരു ലിമിറ്റേഷൻസ് ആണ്. ബിക്കോസ് പുരുഷനുള്ളതല്ല സ്ത്രീക്കുള്ളത്. അത് തന്നെയാണ് മെയിൻ കാരണം. പിന്നെ അതുപോലെ ഒരു സ്ത്രീ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് ഒരു പുരുഷൻ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ എല്ലാ പുരുഷന്മാരും നല്ലതല്ല. ഒരു വസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു വസ്ത്രത്തിലൂടെ നോക്കിക്കാണുന്ന ഒരു പുരുഷന്റെ കണ്ണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വൾഗാരിറ്റി നിറഞ്ഞ ഒരു കണ്ണ് തന്നെയാണ്. കാരണം ഒരിക്കൽ പോലും അത് നല്ലൊരു കണ്ണിലൂടെ അയ്യോ ആ കുട്ടി നല്ലൊരു ഡ്രസ്സ് ഇട്ടു. എനിക്ക് എല്ലാ ആണുങ്ങളെയും ഞാൻ കുറ്റം പറയല്ല. ഏകദേശം ഒരു 80% അല്ലെങ്കിൽ 90% ആൾക്കാരും ഈ ഒരു എന്താ പറയാ സ്ത്രീകളുടെ ഡ്രസ്സിങ്ങിനെ ഒരു വൾഗാരിറ്റി രീതിയിൽ തന്നെ നോക്കി കാണുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, പല ലിമിറ്റേഷൻസ് കാരണം അവരത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൂ. നേരെ തിരിച്ച് സ്ത്രീകളിലും ഉണ്ട് ഈ പറഞ്ഞ എന്താ പറയുക മെത്തഡ് ഓഫ് ക്യാരക്ടർ ഉള്ള ആൾക്കാർ സ്ത്രീകളിലും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ലോകത്തിന്റെ ഒരു എന്താ പറയാ ചിലപ്പം ഒരു സൃഷ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കാം അത്. ഞാൻ പറഞ്ഞില്ല, ഭയം എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടും ഞാൻ ചെയ്താൽ എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്, നമ്മുടെ ലൊക്കാലിറ്റിയിൽ എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്, എനിക്ക് എൻ്റെ അച്ഛനമ്മ അവരുടെ മുന്നിൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട് എന്നുള്ള മെന്റാലിറ്റി ഒരുപാട് പേർക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ 100ൽ 1-2 പേര് മാത്രം ഒരു ക്രിമിനൽ മെന്റാലിറ്റിയിൽ ഒരു പെണ്ണിനെ സ്ത്രീയെ പീഡിപ്പിക്കാൻ പോകുന്നതും ഒരു സ്ത്രീ ഒരു പുരുഷനെ പീഡിപ്പിക്കാൻ പോകുന്നതും ഇത് രണ്ടും കോമൺ ആയിട്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭയമില്ലാതെ ക്രിമിനൽ മെന്റാലിറ്റിയിൽ കൂടുതൽ ചിന്തിച്ച് അവർക്ക് ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മനസാക്ഷി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു ചിന്താഗതിയും ഇല്ലാത്ത ആൾക്കാർ ഇതിലേക്ക് എത്തിപ്പെടുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അത് കൊലപാതകത്തിൽ എത്തുന്നുണ്ട്. അത് ന്യായീകരിക്കാൻ സ്ത്രീകളുടെ വസ്ത്രധാരണയാണ് മോശം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം കൊണ്ടാണ് ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് പുരുഷന്മാർ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ത്രീ ധരിക്കേണ്ട രീതിയിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് സ്ത്രീ ധരിക്കുന്നത്. അതിപ്പോ വയറ് കണ്ടു എന്ന് വിചാരിച്ചു, ഒരു സ്ത്രീയുടെ വയറ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീയുടെ വയറ് മാത്രം നോക്കി നിൽക്കേണ്ട കാര്യം പുരുഷനുണ്ടോ? ഇല്ല. ഒരു സ്ത്രീ സാരി ധരിച്ചു പോകുമ്പോൾ ആ കുട്ടിയുടെ വയറ് കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ചിന്തിക്കാതിരുന്നാൽ പോരെ? എന്തിനാ അത് തന്നെ നോക്കി സ്ത്രീയുടെ വയറ് കാണുന്നു 100 പ്രാവശ്യം പറയേണ്ട ആവശ്യം എന്താ? അതുപോലെ തന്നെ പുരുഷൻ ഒരു ഷോർട്സ് ഇട്ട് നടക്കുന്ന സമയത്ത്, ഇനി ഡ്രസ് ഇല്ലാതെ ഒരു ഷർട്ട് ഇല്ലാതെ നടക്കുന്ന സമയത്ത്, സ്ലീവ്ലെസ് ഇട്ട് നടക്കുന്ന സമയത്ത് ആ പുരുഷനെ നോക്കി അവന്റെ ശരീരം നോക്കൂ, അവന്റെ നോക്കൂ, ഇവനെ നോക്കൂ, അവന്റെ വയറ് നോക്കൂ, അവന്റെ കാല് നോക്കൂ എന്ന് പറഞ്ഞ് സ്ത്രീയും കമന്റ് അടിക്കേണ്ട ആവശ്യമില്ല. വസ്ത്രധാരണ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഒരു എന്താ പറയാ ഫ്രീഡം ആണ്. ആർക്ക് എങ്ങനെ വേണമെങ്കിലും ധരിച്ചു നടക്കാം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, പലരും ഇത് ലിമിറ്റേഷൻസ് വെക്കുന്നത് എന്താ വെച്ചാൽ, കാരണം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരും നമ്മളെ വീട്ടിൽ നടക്കുന്ന പോലെ നമ്മൾ ഒരിക്കലും ഒരു സൊസൈറ്റിയിൽ നടക്കില്ല. റീസൺ എന്താ? നമ്മളെ കുറിച്ച് പലരും പല രീതിയിൽ ചിന്തിക്കും, പറയും എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് പലരും ഇത് അടക്കി വെക്കുന്നത് അല്ലേ? കുറിച്ചുള്ള ഒരു പോപ്പുലർ നെറേറ്റീവ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് 975 സൂസൻ ബ്രോൺ മില്ലറുടെ എഗെയിൻസ്റ്റ് അവർ വിൽ എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. ആ പുസ്തകത്തിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്സ് റേപ്പ് എന്നുള്ളത് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു വയലൻസ് മാത്രമാണ്, ഒരു മെയിൽ ഡൊമിനൻസിന്റെ വയലൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മെയിലിനെ പുരുഷനെ ആ
ഡൊമിനൻസിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ ചങ്ങലക്കിട്ടാൽ സ്ത്രീകൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ചോയ്സ് ആയിട്ട് പിന്നെ സ്വൈര വിവഹാരം നടത്താൻ സാധിക്കും എന്ന രൂപത്തിലൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യുകയാണ് സൂസൻ റോമറിന്റെ പുസ്തകത്തിലൂടെ സംഭവിച്ചത്. ആ പുസ്തകം വളരെയേറെ ബെസ്റ്റ് സെല്ലറായി വളരെ ഫേമസ് ആയി. ന്യൂയോർക്കിലെ ഒരു 100 പുസ്തകങ്ങളിൽ ഒന്നായിട്ട് വരെ അത് കണക്കാക്കപ്പെട്ടു. ഏറ്റവും ബെസ്റ്റ് 100 ബുക്സിൽ ഒന്നായിട്ട് വരെ കണക്കാക്കപ്പെട്ടു. പക്ഷേ ഇതിന് കുറേ ക്രിട്ടിക്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് 2000 പുറത്തിറങ്ങിയ എവല്യൂഷണറി ബയോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും 2 പേര് ക്രെയ്ഗ് പാമറും റാൻഡി തോൺഹില്ലും എഴുതിയ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് റേപ്പ് എന്നുള്ള പുസ്തകം. അത് പൂർണ്ണമായിട്ടും സയന്റിഫിക് ആയിട്ട് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പഠനമായിരുന്നു. എന്തുകൊണ്ട് റേപ്പ് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ വെച്ചിട്ട് എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ഫെമിനിസ്റ്റ് നരേറ്റീവ്സിൽ പൊതുവെ വരുന്നൊരു രീതി എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ബയോളജിക്കലും സൈക്കോളജിക്കലും ആയിട്ടുള്ള എല്ലാ സംഗതികളെയും നിരാകരിച്ചുകൊണ്ടാണ് അവരുടെ തിയറികൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമോഷണലായിട്ട് വരുന്ന സംഗതിയാണ്. പക്ഷെ നമ്മളിവിടെ ബയോളജിയെ പരിഗണിച്ചുകൊണ്ട് സൈക്കോളജിയെ പരിഗണിച്ചുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ അതിനെ വളരെ ജഡ്ജ്മെന്റലായിട്ട് കണ്ട് വളരെ പ്രിജുഡൈസ്ഡ് ആയിട്ട് കണ്ട് വളരെ ബയസ് ആയിക്കൊണ്ട് ഇവരെല്ലാം ഇതിനെ പ്രൊമോട്ട് ചെയ്യണം. എന്തെങ്കിലും കാര്യത്തെ ശാസ്ത്രീയമായി വിശദീകരിച്ചാൽ അത് അതിനെ പ്രൊമോട്ട് ചെയ്യാന്നൊരു അർത്ഥമില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ അതെ, ഇത് നമ്മുടെ ചിന്തയുടെ പ്രശ്നമാണ്. ഈ പുള്ളി എന്താ പറഞ്ഞേ? എനിക്കൊന്നും പറഞ്ഞില്ല. ആദ്യം പറഞ്ഞ കുറച്ച് എനിക്ക് മനസ്സിലായി, രണ്ടാമത് പറഞ്ഞ പുസ്തകത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായി. പക്ഷെ പുള്ളി പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ വസ്ത്രം അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ത്രീയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പീഡനം എന്ന് പറഞ്ഞാൽ, അതായത് പുരുഷനെ നമ്മൾ ട്രിഗർ ചെയ്യുകയാണ്. അതായത് ഒരു സ്ത്രീ നല്ല 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 എന്താ പറയാ വൾഗറായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് ഒരു റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഒരു പുരുഷൻ ട്രിഗർ ആവുകയാണ്. അതിനെ ആ സ്ത്രീയെ പീഡിപ്പിക്കാനും ആ സ്ത്രീയെ ഉപദ്രവിക്കാനും ഒരു ക്രിമിനൽ മൈൻഡിലായിട്ട് മാറുന്നു എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലുമല്ല. മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചു പോകുന്ന സ്ത്രീകളെ വരെ പുരുഷന്മാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ഏത് രീതിയിലുള്ള ട്രിഗറിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഏത് രീതിയിലുള്ള വസ്ത്രധാരണത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? സ്ത്രീ ഏത് രീതിയിലാണ് പുരുഷനെ ട്രിഗർ ചെയ്യുന്നത് അതിലൂടെ? സ്ത്രീ എന്ന് പറയുമ്പോൾ പുരുഷനിൽ നിന്ന് വ്യത്യാസപ്പെടുന്നതും അവരുടെ ബയോളജിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് സ്ത്രീ സ്ത്രീയായിട്ട് നിൽക്കുന്നതും പുരുഷൻ പുരുഷനായിട്ട് നിൽക്കുന്നതും. സ്ത്രീയുടെ അതേ ബയോളജിക്കൽ ഫിലമെന്റ്സ് പുരുഷന് വന്നു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ പുരുഷൻ സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, സ്ത്രീ സ്ത്രീ എന്നേ പറയാൻ പറ്റുള്ളൂ. സോ ഒന്നെനിക്ക് പറയാനുള്ളത്, പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനെ നമ്മൾ എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, പല പീഡന കേസുകളും കേട്ടിട്ടുണ്ട്. സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ച കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ പറയാ, അതുപോലെ തന്നെ സ്ത്രീ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പുരുഷനും സെയിം. ഈ ചെറിയ പിഞ്ചു പൈതങ്ങളെ പീഡിപ്പിക്കുന്ന പുരുഷന്മാര് അതിൽ ഏത് വിഭാഗത്തിലാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വിലയിരുത്തുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് പ്രായം തികയാത്ത ചെറിയ മക്കളെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പം അതുപോലുള്ള പുരുഷന്മാരെ നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? ആ കുട്ടി ആ പുരുഷനെ ട്രിഗർ ചെയ്യാനുള്ള ഡ്രസ്സ് ധരിച്ച് വന്നിട്ടാണ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 12ഓളം പേപ്പേഴ്സ് ഇദ്ദേഹത്തിൻ്റെ മാത്രമുണ്ട് ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. ഈ 2026 ഏകദേശം 54,000 സാമ്പിൾസിൽ ഈ പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷനും സെക്ഷൽ അസോൾട്ടിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പഠനമുണ്ട്. ഈ വർഷത്തിലുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത്, ഒരാൾ സെക്ഷലി ഒരു ഫ്രസ്ട്രേറ്റഡായി നേരെ പോയിട്ട് ആഗ്രഷൻ ഒരു കുട്ടീൻ്റെ മേലെ തീർക്കുന്നു. ഇങ്ങനെയൊന്നല്ല. ഒന്നാമത് ഇത് പറയണത് കുട്ടികളുടെ മേലുള്ള അക്രമം എന്നുള്ള നിലക്കല്ല. എന്തുകൊണ്ട് പിന്നെ നിരപരാധികളായ അല്ലെങ്കിൽ പിന്നെ നിരപരാധി എന്നുള്ളതല്ല, ഈ പ്രൊവോക്കേറ്റീവ് വസ്ത്രം ധരിക്കാത്ത ആളുകളിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഇതൊരു കാരണമായേക്കാം. അതിന് ഈ തിയറി ഒരു കാരണമായേക്കാം. കാരണം ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൽ ഈ പേപ്പറിൽ പറയുന്നതാണ്. ഒന്ന്, അൺഫുൾഫിൽഡ് സെക്ഷൽ ഡിസയർ ടു ഹാവ് സെക്സ്. അതായത് പിന്നെ ഒരു സെക്ഷൽ ഡിസയർ ഉണ്ട്, പക്ഷെ അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല. അൺഅവൈലബിൾ പാർട്ട്നേഴ്സിൽ അദ്ദേഹം പറയുന്നത് ഒരു പാർട്ട്ണറുമായി സെക്സ് ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ ആ പാർട്ട്ണർ അവൈലബിൾ അല്ല. ആ പാർട്ട്ണർ അവൈലബിൾ ആയാൽ വിവാഹം ചെയ്തതോ അല്ലെങ്കിൽ ഒപ്പമുള്ളതുമായിട്ടുള്ള പാർട്ട്ണറെ പറ്റിയല്ല പറയുന്നത്. അല്ല, അതിന്റെ ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട് അത് ഫ്രണ്ട്സ്, കൊലീഗ്സ്. ഇയാളുടെ മനസ്സിൽ പാർട്ട്ണറായിട്ട് ഇമാജിൻ ചെയ്യുന്ന പല ആളുകളും ഇയാളിലേക്ക് അവൈലബിൾ ആയിട്ട് വരുന്നില്ല. അതായത് അതിൽ ഈവൻ സെലിബ്രിറ്റീസ് പറയുന്നുണ്ട്, സ്ട്രേഞ്ചേഴ്സ്, ഇപ്പോൾ നമ്മൾ കാണുന്ന എവിടെയെങ്കിലുമൊക്കെ കാണുന്ന സ്ട്രേഞ്ചേഴ്സ് ഒക്കെ എന്ത് വരുന്നുണ്ട്, ഈ അൺഅവൈലബിൾ പാർട്ട്നേഴ്സിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്.
അതായത് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യം ഇവിടെ നടക്കുന്നു. ഇയാള് വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവര് പറയുന്ന ഈ പീഡനം, സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിന് ഇവര്, എനിക്ക് മറ്റേ സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരാൾക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് കരുതിയിട്ട് റോഡിലൂടെ പോകുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയില്ല, അത് ക്രിമിനൽ മൈൻഡ് ആണ്. അത് ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു ആണിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെണ്ണിനെ പോയി പീഡിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഒരു ക്രിമിനൽ മൈൻഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഒരു സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു ആ പെണ്ണിന്റെ സമ്മതം ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് ആ പെണ്ണിനെ തള്ളിയിട്ട് അവിടെ ആ ഒരു ക്രിമിനൽ മൈൻഡിൽ ആ പെണ്ണിനെ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കീറി മുറിക്കുന്നത്, അത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയിപ്പോ. അതൊരു ക്രിമിനൽ മൈൻഡ് തന്നെയാണ്, എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. വാട്ടവർ സൈക്കോളജിക്കലി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും സൈക്കോളജിക്കലി അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയില്ല, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീ, വാട്ടവർ, ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഈക്വലി വരേണ്ടതല്ലേ അല്ലേ? സ്ത്രീയുടെ മൈൻഡ് വേറെ, പുരുഷന്റെ മൈൻഡ് വേറെ, അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും ഈക്വൽ ആണ്. ടെൻഷൻ ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു ബയോളജിക്കൽ വേരിയേഷൻസ് മാത്രമേ സ്ത്രീയും പുരുഷനും തമ്മിലുള്ളൂ. വാട്ടവർ, അതല്ലാതെ എല്ലാ കാര്യത്തിലും പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ്. പിന്നെ സ്ത്രീ ആയിട്ടും ജനിച്ചു പോയി, പുരുഷനായിട്ട് ജനിച്ചു പോയിരുന്നുള്ളൂ. രണ്ട് ഭാഗത്തും രണ്ട് രീതിയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ പുരുഷനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് സ്ത്രീകൾക്കും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്, സ്ത്രീകളും ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ പറയുന്നത് ഇതൊരു ക്രിമിനൽ മെന്റാലിറ്റിയാണ്. ഞാൻ പറയട്ടെ, സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് പൈസ കൊടുത്ത് പോകേണ്ട പരിപാടികൾ ഒരുപാടുണ്ട്, ഇല്ലേ? ചെയ്തുകൂടെ? എന്തിനാണ് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അനുവാദമില്ലാത്ത സ്ത്രീയെ പോയി പീഡിപ്പിക്കണം? എന്തിനാ? ഇതേപോലെ തന്നെ സ്ത്രീകൾ എന്തിനാ ഇതുപോലെ ചെയ്യുന്നത്? എന്തിനാ? ഇതൊക്കെ ഒരു ക്രിമിനൽ മൈൻഡാണ്. വാട്ടവർ, എനിക്കറിയില്ല. എന്തായാലും ഇത് ഇങ്ങനെ സംവാദം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് പ്രൊമോട്ട് ചെയ്യാണോ, ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് ഇവർ പ്രൊമോട്ട് ചെയ്യാണോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ കണ്ടിട്ടല്ല ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പോകുന്നതും, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ വസ്ത്രധാരണ കണ്ടിട്ടല്ല ഒരു പുരുഷനെ പീഡിപ്പിക്കാൻ പോകുന്നതും. റൈറ്റ്? ഇതൊരു ക്രിമിനൽ മൈൻഡ് ആണ്. ഒത്തുകൂടിയ സമയത്ത് ഒന്നെങ്കിൽ പ്രതികാരം തീർക്കാനാവാം, അല്ലെങ്കിൽ ആ സ്ത്രീയെ അതായത് പുരുഷന്റെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് പുരുഷൻ കാണിച്ചു കൂട്ടുന്ന വ്യഗ്രതയാണ് ഈ ഒരു പീഡനം എന്ന് പറയുന്നത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് എ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു മെന്റൽ ഡിസോർഡർ ആണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് വെറും കാമം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ, അത് ഞാൻ പറയില്ല, രണ്ടുപേരും ഈക്വലി, അത് മാത്രമാണ്. ചില ആൾക്കാർ ഇത് പുറത്ത് കാണിക്കാത്തത് പോലും ഞാൻ പറഞ്ഞ ഈ റെപ്യൂട്ടേഷനും അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനത്തെ ഒരുപാട് അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പല പുരുഷന്മാർ ഇത് ഉള്ളിൽ അടക്കി വെക്കുന്നവരുണ്ടാവാം, സ്ത്രീകളും അതുപോലെ തന്നെ. അല്ലാതെ ഇതൊന്നും എന്താ പറയാ ആരുടെയും മനസ്സിൽ ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ പറയില്ല, ചിലപ്പോൾ ഒരാളെ കൊല്ലാനുള്ള ഒരു മോട്ടീവ് ഉണ്ടാവാം. അത് ചെയ്യാത്തതുകൊണ്ടാ, പേടിയുള്ളതുകൊണ്ടാ. ചെയ്യാൻ എന്തുകൊണ്ടാ? പേടിയുള്ളതുകൊണ്ടാ. ചെയ്യണ്ട, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കൊലപാതകമായിട്ട് കാണും എന്നുള്ളതുകൊണ്ടാ. അങ്ങനെ ഒരു പേടി ഈ ലോകത്തില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ നടക്കുന്നത് പീഡനം, കൊലപാതകം, മനുഷ്യനെ തന്നെ കൊന്നുകൊണ്ടിരിക്കും, കാലങ്ങളായിട്ട് കൊന്നുകൊണ്ടിരിക്കും. മൃഗങ്ങളെ കൊല്ലുന്ന പോലെ തന്നെ മനുഷ്യനെ കൊന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? നിയമം, പേടി, റെപ്യൂട്ടേഷൻ, മനുഷ്യത്വം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ദൈവം അല്ലെങ്കിൽ ഈ ലോകം സൃഷ്ടിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കൺട്രോൾഡ് പല മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഇതുപോലുള്ള കാര്യങ്ങളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് വീണ്ടും മനുഷ്യൻ ഇത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ്, ഒരു പുരുഷന്റെ എന്താ പറയാ സെക്ഷൽ ദാരിദ്ര്യം കൊണ്ടാണ് പുരുഷൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത്, ഒരു സ്ത്രീയുടെ വസ്ത്രധാരം കൊണ്ടാണ് പുരുഷൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഇതിലേക്ക് ഞാൻ പറയില്ല, ഇത് ഒരുപാട് വളർന്നു വരുന്ന തലമുറ കാണുന്നതാണ്. അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ എന്താ വരിക? അപ്പൊ സ്ത്രീകളുടെ തെറ്റാണ്, സ്ത്രീകൾ വസ്ത്രം ഇങ്ങനെ ധരിക്കുന്നത് കൊണ്ടായിരിക്കും, അപ്പൊ ഞങ്ങൾ ഇത് ചിന്തിക്കുന്ന തെറ്റല്ല, അവർ ചെയ്യുന്നതാണ് തെറ്റ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലോട്ട് മാറുകയാണ്. സോ അതുകൊണ്ട് ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ഇത് എത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. വളർന്ന തലമുറക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചോളം എനിക്കിതേ പറയാനുള്ളൂ. അപ്പോൾ